എല്ലാവർക്കും സ്നേഹവന്ദനം. രക്ഷാവിജ്ഞാനിയും ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ബന്ധപ്പെട്ട ആശയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ഷനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. കൂടാതെ ദൈവിക മുൻനിയമനം, മുൻനിർണയം, മുന്നറിവ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വിളിയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു 700ഓളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് വിളി എന്നുള്ളത്. വ്യത്യസ്തമായ അർത്ഥങ്ങളിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നാമകരണം ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉണ്ട്. ഔദ്യോഗിക സ്ഥാനത്തേക്കുള്ള നിയമനം അഥവാ നിയോഗം എന്നതിലുണ്ട്. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിപ്പിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസിനെ വിളിച്ചിരിക്കുന്നു എന്ന് പൗലോസ് ലേഖനങ്ങളിലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഔദ്യോഗിക സ്ഥാനത്തേക്കുള്ള നിയോഗത്തിന് വേണ്ടി ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രക്ഷയ്ക്കായുള്ള വിളി, അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ പ്രയോഗമെന്ന് പറയുന്നത്. രക്ഷയ്ക്കായുള്ള വിളി തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് പൊതുവായ വിളി എന്ന് പറയും, ജനറൽ കോൾ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകത്തുള്ള സകല മനുഷ്യരെയും കർത്താവിൽ വിശ്വസിച്ച് രക്ഷ നേടുവാനായിട്ട് വിളിക്കുന്നു. അത് സുവിശേഷത്തിന്റെ പ്രസംഗം കൊണ്ടാണ്. സുവിശേഷത്തിന്റെ പ്രസംഗം കൊണ്ടാണ് ആ പൊതുവായിരിക്കുന്ന വിളി ദൈവം നൽകുന്നത്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിച്ച്, അതൊരു വിളിയാണ്. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അതൊരു പൊതുവായ വിളിയാണ്. ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാ മനുഷ്യരെയും വിളിച്ചിരിക്കുകയാണ്. 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, വിളിക്കപ്പെട്ടവരെ സുവിശേഷം എല്ലാ മനുഷ്യരെയും വിളിക്കുന്നു, പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചുരുക്കമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം, പാപികളെ അത്രേ മാനസാന്തരത്തിനായി വിളിപ്പാണ്. ഒരു കോമൺ വിളിയാ, എല്ലാ വിളിയും. എല്ലാവരും ഏതെങ്കിലും പ്രത്യേക പാപിയെ കുറിച്ചല്ല, പാപികളായ എല്ലാ മനുഷ്യരെ കുറിച്ചും പറയുന്നതാണ്. അതുപോലെ യോഹന്നാൻ 7:37, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഒരു കോമൺ വിളിയാണ്. ആ ദൈവാലയത്തിൽ വന്നിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ള വിളിയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു വിളിയല്ല. അങ്ങനെ ഒരു ജനറൽ കോളുണ്ട്. സുവിശേഷത്തിന്റെ വിളിയാണ്, രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളിയാണ്. പക്ഷേ അതൊരു സ്പെസിഫിക് കോളല്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തിയെ ഉന്നം വെച്ച് വിളിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉന്നം വെച്ച് വെടിവെക്കുന്നതും ആകാശത്തേക്ക് തോക്കുകൊണ്ടിയാണ് വെടിവെക്കുന്നതും പോലെയുള്ള വ്യത്യാസമാണ്. കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ എന്ന നിലയിൽ നമ്മൾ പോയി സുവിശേഷം പറയുമ്പോൾ അങ്ങനെയാണല്ലോ. പൊതുയോഗത്തിൽ, പരസ്യയോഗത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നു, എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവരും വരിക, കർത്താവിൻ്റെ ഇടങ്ങളിലേക്ക് വരിക. സുവിശേഷം അങ്ങനെ എല്ലാ മനുഷ്യരെയും അറിയിക്കണം, എല്ലാവരെയും കർത്താവിലേക്ക് വിളിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. എന്നാൽ അതേസമയം തന്നെ വിളി എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകളെ രക്ഷ യാഥാർത്ഥ്യമാക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ നൽകുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു വിളിയുണ്ട്, പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതിനും വിളി എന്നാ പറയും. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കും. അത് പ്രത്യേക വിളിയാണ്. യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. അതൊരു പൊതുവായ വിളിയല്ല. കൊരിന്ത്യയിലുള്ള വിശ്വാസികളെ കുറിച്ച് പറയുന്ന അതിന്റെ 22-ാമത്തെ 23-ാമത്തെ 24-ാമത്തെ വാക്യം, ഞങ്ങളിങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, പക്ഷേ യഹൂദനായാലും യവനായാലും വിളിക്കപ്പെട്ടവർ, അവർക്കാണത് ക്രൂശിന്റെ സന്ദേശം ദൈവശക്തിയായി വരുന്നത്. അല്ലാത്തവർക്ക് അത് ഭോഷത്വമാണ്. വിളിക്കപ്പെടാത്തവർ പറയും, ഈ പൊട്ടന്മാരെന്താ പ്രസംഗിക്കുന്നത്. പക്ഷെ ദൈവം മുന്നമേ വിളിക്കപ്പെട്ട ചില ആളുകളുണ്ട്. അവരത് കേട്ടിട്ട് എനിക്ക് വേണ്ടി മരിച്ചെന്നോ, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെന്നോ, എന്നാ എനിക്ക് വിശ്വസിക്കണമല്ലോ എന്ന് അവരെ പറയും. 1 പത്രോസ് 3:9, അതാണ് നിങ്ങൾ വിളിക്കപ്പെട്ടതുകൊണ്ട്. ഇതൊരു കോമൺ വിളിയെ കുറിച്ചല്ല പറയുന്നത്. പത്രോസ് ലേഖനം എഴുതുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ശകാരത്തിന് പകരം ശകാരിക്കുകയല്ല ചെയ്യുന്നത്,
ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. വിളിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകൾ പ്രത്യേക ജനങ്ങളാണ്. റോമാലേഖനം 8:28 നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ആളുകൾ, അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. ഗലാത്യ ലേഖനം 1-15 വാക്യം പൗലോസ് പറയുക, എന്റെ ജനനം മുതൽ എന്നെ വിളിച്ചിരിക്കുന്നു, വേർപെടുത്തി വിളിച്ചിരിക്കുന്നു. സ്പെഷ്യൽ കോളിംഗ് ആണ്, രക്ഷയ്ക്ക് വേണ്ടിയുള്ള തന്റെ വിളി. 2 തെസ്സലോനിയർ 2:13 സഹോദരന്മാരോട് പറയാണ്, ദൈവം നിങ്ങളെ ആദ്യം മുതൽ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത്. അതെ, ആ വിളി അതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ആശയമാണ്. നിങ്ങളെ ദൈവം ആദ്യം മുതൽ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ചെയ്ത ആളുകളാണ്. 2 തിമോത്തിയോസ് 1:9 അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കോളിങ്ങിനെ കുറിച്ചാണ്. വിശദീകരണങ്ങൾ ആവശ്യമില്ല. എബ്രായ ലേഖനം 9-15 വാക്യം അവിടെ വിളി എന്നുള്ള വാക്ക് മലയാളത്തിൽ തോന്നല്ലേ? ഉണ്ടല്ലേ? ആ, അതെ. 1 പത്രോസ് 2:9 നിങ്ങളെ വിളിച്ചവൻ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തേക്ക് നിങ്ങളെ വിളിച്ചവൻ. അതൊന്നും അധ്വാനിക്കുന്നവരും ഭാരചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കലേക്ക് വരുവീനെന്ന് പറഞ്ഞ് കോമൺ വിളിയല്ല. നിങ്ങളെ വിളിച്ചു എന്ന് പറയുന്ന സ്പെസിഫിക് വിളിയാണ്. ഞാൻ സുവിശേഷം കേട്ടപ്പോൾ കോമൺ സുവിശേഷമാണ് കേട്ടത്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അത് നിന്നെ വിളിക്കുന്നത് പറഞ്ഞു. അത് നിന്നെ വിളിക്കുന്നതാണ്, നിനക്ക് വേണ്ടിയുള്ള വിളിയാണ്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു, അതൊരു വിളിയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് വിളിയുണ്ട്. കോമൺ വിളിയുമുണ്ട്, പ്രത്യേക വിളിയുമുണ്ട്. നമ്മളെ രക്ഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ പ്രത്യേക വിളി നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഈ വാക്ക്, വിളി എന്നുള്ളതായിരിക്കുന്ന വാക്ക് ആരാധന, പ്രാർത്ഥന മുതലായ ആശയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. 1 ദിനവൃത്താന്തം 4:10 അതൊരു പ്രാർത്ഥനയാണ്, ഇവിടെയും ഒരു വിളിയാണ്. എബ്ബേശ് ദൈവത്തെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്, നീ എന്നെ അനുഗ്രഹിക്കണം. നമ്മളും അങ്ങനെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറയാറുണ്ടല്ലോ. ഓൾ അപ്പോൺ ദ ലോർഡ്, ഓൾ അപ്പോൺ ദ ലോർഡ്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ബാക്കി വാക്യങ്ങളാണ്, എല്ലാം നമുക്ക് വായിക്കാൻ ആവശ്യമില്ല. ഉൽപ്പത്തി 4:26, ഉൽപ്പത്തി 13:4, 12:8, 21:13 മുതലായ വാക്യങ്ങളിലൊക്കെ വിളി എന്നുള്ളതായിരിക്കുന്ന വാക്ക് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ വിളി എന്നുള്ള വാക്കൊരു കോമൺ വാക്കാണ്, എന്നാൽ അതിന് സ്പെസിഫിക് അർത്ഥവുമുണ്ട്, ജനറൽ അർത്ഥവുമുണ്ട്. പൊതുവായ നിലയിലും പ്രത്യേകമായ നിലയിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ വിളി എന്ന് പറഞ്ഞാൽ, നാം ഈ പറയുന്ന രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളി എന്താണ്? അതെ, ബർക്കോഫ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു വേദശാസ്ത്രി അതിന് കൊടുത്തിരിക്കുന്നതായിരിക്കുന്ന നിർവചനം, നമ്മൾ ഈ വിളിയെക്കുറിച്ച് മാത്രമല്ല, രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, വിളി, ഇതെല്ലാം ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്, ഇലക്ഷൻ ഈസ് ദാറ്റ് ഇറ്റേണൽ ആക്ട് ഓഫ് ഗോഡ് whereby he in his sovereign and good pleasure and on account of no foreseen merit in them chooses a certain number of men to be the recipients of special gift, grace and of eternal salvation. അതായത് പാപത്തിൽ വീണ മനുഷ്യവർഗത്തിൽ നിന്ന് ചിലരെ അവരുടെ ഏതെങ്കിലും നന്മയുടെ, മുൻകണ്ട നന്മയുടെ അടിസ്ഥാനത്തിലല്ലാതെ ദൈവഹിതത്തിന്റെ പ്രസാദപ്രകാരം തന്റെ സർവാധികാരത്തിൽ നിത്യരക്ഷയും അതിനായുള്ള പ്രത്യേക കൃപയും നൽകുവാൻ തക്കവണ്ണം മാറ്റിവെക്കുന്ന ദൈവത്തിന്റെ നിത്യതയുള്ള പ്രവൃത്തിയാണ് നാം ഈ ദൈവിക തെരഞ്ഞെടുപ്പ്, ദൈവിക വിളി എന്നൊക്കെ ഉള്ളത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ചില ആളുകളെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തു, അവരെ വിളിച്ചു, അവരെ വേർതിരിച്ചു, അവരെ ശുദ്ധീകരിച്ചു. ഇതൊക്കെ ദൈവത്തിന്റെ രക്ഷണ്യ വേലയുടെ ഉപദേശപരമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എല്ലാവരും അത് അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കുന്ന എല്ലാവരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ അങ്ങനെ ഒരു ഉപദേശമുണ്ട്. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുകയും വിളിച്ചവരെ നീതീകരിക്കുകയും നീതീകരിച്ചവരെ തേജസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന
ഒരു പ്രവൃത്തി ദൈവത്തിന്റെ ഭാഗത്ത് ഉണ്ട്. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകൾ പരിശോധിച്ചാൽ ചില പ്രത്യേകതകൾ അതിനുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ഒന്നാമത്, തിരഞ്ഞെടുപ്പിന്റെ സമയത്തെക്കുറിച്ചാണ്. എപ്പോഴാണ് ഈ തിരഞ്ഞെടുപ്പ് ദൈവം നടത്തിയത്? അതിന് വചനത്തിലെ സകലത്തിനു മുൻപ്, സകലകാലത്തിനു മുൻപ്, ലോകസ്ഥാപനത്തിനു മുൻപ്, ലോകസ്ഥാപനം മുതൽ എന്നൊക്കെയാണ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പ്രയോഗങ്ങൾക്ക് പൊതുവെ ഉള്ളത് സമയപരിധിയിൽ ജീവിക്കുന്ന മനുഷ്യന് അവന്റെ സമയപരിധിക്ക് മുൻപ്, അവന്റെ ജനനത്തിന്, സൃഷ്ടികർമ്മത്തിന് മുൻപ് തന്നെ ദൈവം രക്ഷയ്ക്ക് വേണ്ടി അവനെ തിരഞ്ഞെടുത്തു എന്ന കാര്യമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതാണ് ലോകസ്ഥാപന മുതൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ട്. നാം ആ പ്രയോഗങ്ങളെ കുറിച്ച് പിന്നാലെ ചിന്തിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ കാലം പറയുമ്പോൾ അത് നമ്മുടെ സൃഷ്ടികർമ്മത്തിന്, നമ്മുടെ ജനനത്തിനൊക്കെ വളരെ മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപേ എന്നും ലോകസ്ഥാപനം മുതലെന്നും ആദ്യം മുതലെന്നും ഒക്കെ ഉള്ളതായിരിക്കുന്ന പ്രയോഗങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുവാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത് എന്താണ്? അതൊരു വലിയ ചോദ്യമാണ്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ചില ആളുകളെ തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ദൈവം ചിലരെ തിരഞ്ഞെടുക്കുകയും ചിലരെ തിരഞ്ഞെടുക്കാതിരിക്കുകയും ചെയ്തതിന്റെ മൂലകാരണം എന്ത് എന്ന ചോദ്യം ഒരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. വാസ്തവത്തിൽ ദൈവം തിരഞ്ഞെടുക്കാതിരിക്കുവാനുള്ള തീരുമാനം ചെയ്തില്ല, തിരഞ്ഞെടുക്കുവാനുള്ള തീരുമാനമേ ചെയ്തുള്ളൂ. സജന് തന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുകയാണ്. സജനോട് ചോദിച്ചാൽ പറയും, വിളിക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വിളിക്കാതിരിക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയില്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കേരളത്തിലെ സെൻസസ് എടുത്തു വെച്ച് വിളിക്കാൻ തീരുമാനിച്ചവരെ ഒരു ലിസ്റ്റിലും, പിന്നെ അല്ലാതെ കോടിക്കണക്കിന് ആളുകളെ മറ്റേ ലിസ്റ്റിൽ പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ആരും ചെയ്യുന്നില്ല, ദൈവം തിരഞ്ഞെടുക്കുന്നില്ല. ദൈവം രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുക്കാത്ത ആളുകളെ കുറിച്ച് ദൈവത്തിന് അറിയാവുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സർവ്വജ്ഞാനത്തിൽ അത് അറിയാം. പക്ഷേ ദൈവം അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊക്കെ ഈ ഡബിൾ ഡെസ്റ്റിനേഷൻ, പ്രീ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ഉപദേശമുണ്ട്. സ്വർഗത്തിന് വേണ്ടി കുറെ ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ, നരകത്തിന് വേണ്ടി നാശത്തിന് വേണ്ടി ചില തിരഞ്ഞെടുത്തു എന്നുണ്ട്. ഇപ്പോ ഇസ്രായേലിലെ ഫറവോനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്, നന്മയ്ക്ക് വേണ്ടിയല്ല തിന്മയ്ക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചില പ്രത്യേക ഇൻഡിവിജ്വൽസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നല്ലാതെ ലോകത്തുള്ള മനുഷ്യരെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടരുതെന്ന് വിചാരിച്ചൊരു ലിസ്റ്റും, രക്ഷിക്കപ്പെടണമെന്ന് വെച്ചൊരു ലിസ്റ്റും ഉണ്ടാക്കിയിട്ടില്ല. രക്ഷിക്കപ്പെടണമെന്ന് വെച്ചൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റിലില്ലാത്ത ഒരാൾ പോലും രക്ഷിക്കപ്പെടുകയില്ല. അപ്പൊ ആഗ്രഹിച്ചാലും രക്ഷിക്കപ്പെടുകയില്ല എന്ന് ചോദിച്ചാൽ ആ ലിസ്റ്റിലില്ലാത്ത ആരും രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുകയില്ലെന്ന് പറയുകയായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ശരി. അവരെ ആഗ്രഹിക്കത്തുള്ളൂ. ആഗ്രഹിക്കുന്ന ഏവരെയും രക്ഷിക്കും ദൈവം. പക്ഷേ ദൈവം തിരഞ്ഞെടുക്കാത്ത ആരും ആഗ്രഹിക്കുകയില്ല. അപ്പൊ ഫലത്തിൽ പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തീർച്ചയായിട്ടും രക്ഷിക്കത്തുള്ളൂ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച രണ്ട് പ്രധാന ചിന്താഗതികൾ ലോകത്തുണ്ട്. ഒന്നിന് അർമേനിയൻ ചിന്താഗതി എന്നും മറ്റേതിന് കാൽവിനിസ്റ്റിക് ചിന്താഗതി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ അർമേനിയൻ ചിന്താഗതി, അർമേനിയ എന്ന് പറയുന്നൊരു ദേശമാണ്. അർമീനിയസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിന്റെ ചിന്താഗതിയായി അർമീനിയൻ ചിന്താഗതി. അപ്പോൾ അർമീനിയൻ ചിന്താഗതി അനുസരിച്ച് സുവിശേഷത്തോടുള്ള ആളുകളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ദൈവം മുന്നമേ അറിഞ്ഞ് അനുകൂലമായി പ്രതികരിക്കും എന്ന് ദൈവം അറിഞ്ഞവരെയൊക്കെ ദൈവത്തിന്റെ ലിസ്റ്റിൽ എഴുതി. സുവിശേഷം പ്രതികരിക്കും, മത്തായിയും യോഹന്നാനും സ്വീകരിക്കും, അവരെ എഴുതിയേക്കാം. പിന്നെ വേറെ രണ്ടുപേര് അവർ സ്വീകരിക്കില്ല, കൊണ്ട് അവരുടെ പേര് എഴുതണ്ട. അപ്പോൾ അങ്ങനെയാണ് ജെയിംസ് അർമീനിയസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആൾ പറഞ്ഞത്. സുവിശേഷത്തോടുള്ള വ്യക്തികളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ദൈവം തന്റെ സർവജ്ഞാനത്തിൽ മുന്നമേ അറിഞ്ഞു. ആ അറിവിന്റെ വെളിച്ചത്തിൽ
അങ്ങനെ അനുകൂലമായി പ്രതികരിക്കും എന്ന് ദൈവം കണ്ടവരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തു. മറ്റുള്ളവരാകട്ടെ അവരുടെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് അവർ സ്വയം വിധേയരാക്കുകയാണ് ചെയ്യുന്നത്. ദൈവം അവരെ സംബന്ധിച്ച് തിരഞ്ഞെടുത്തില്ല. കാരണം അവര് പ്രതികരിക്കില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ദൈവം ഒന്നും പറഞ്ഞില്ല. അവരെ കണ്ണടച്ചു. പ്രതികരിക്കുമെന്ന് അറിഞ്ഞവരെയൊക്കെ ദൈവം ചെയ്തു. അപ്പൊ ഇതിനാധാരമായിട്ട് അവർക്ക് വാക്യമുണ്ട്. മുന്നറിഞ്ഞവരെ വിളിച്ചുവെന്നാണല്ലോ. റോമാലേഖനത്തിൽ മുന്നറിഞ്ഞവരെ വിളിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെടുമെന്ന് മുന്നമേ അറിഞ്ഞവരെ ദൈവം എന്ത് ചെയ്തു? വിളിച്ചു എന്നാണ് പറയുന്നത്. കേട്ടാൽ തോന്നുന്നു ശരിയാണ്. അതെ. പക്ഷെ ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറയുന്നത്, മുൻനിർണയം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. കാരണം ദൈവം കാര്യങ്ങളെ മുന്നമേ അറിയുന്നത് എങ്ങനെയാ? കാര്യങ്ങളെ മുന്നമേ നിശ്ചയിച്ചത് കൊണ്ടാണ്. 1 പത്രോസ് 1:2 അതുപോലെ മുന്നറിവിന് ഒത്തവണ്ണമുള്ള വൃതന്മാരെന്ന് പറയുന്നുണ്ട്. മുന്നറിവിന് ഒത്തവണ്ണമുള്ള വൃതന്മാർ എന്ന് പറയാൻ ദൈവം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മുന്നമേ അവരെ തിരഞ്ഞെടുക്കാനായിട്ട് നിന്നു തരും, സമ്മതിക്കും എന്നൊക്കെ അറിഞ്ഞ ആളുകളെ ദൈവം അങ്ങ് തിരഞ്ഞെടുത്തു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് മുന്നറിവ് എന്നതും മുൻനിർണയം എന്നതും തത്തുല്യമായ ആശയങ്ങളാണെന്ന് നമ്മൾ നേരത്തെയുള്ള പഠനത്തിൽ നമ്മൾ അക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. അപ്പോ ഈ അർമീനിയൻ ചിന്താഗതിയുടെ ന്യൂനത എന്ന് പറയുന്നത്, രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്യന്തികമായി മനുഷ്യന്റെ നന്മയാണ്, ദൈവത്തിന്റെ നന്മയല്ല, മനുഷ്യന്റെ നന്മയാണ്. എന്നെ ദൈവം തിരഞ്ഞെടുത്തത് അർമീനിയന്റെ ചിന്താഗതി കൊണ്ട് എന്താ? എന്റെ നന്മ കൊണ്ട്, ദൈവത്തിന്റെ ഔദാര്യവും കൃപയും കൊണ്ടൊന്നുമല്ല. ഞാൻ വിശ്വസിക്കും ദൈവത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് എന്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. ശരി, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തേക്കാന്ന് പറഞ്ഞു. നീ നല്ല മനുഷ്യനാ, നീ വിശ്വസിക്കും. ഞാൻ അപ്പോൾ അങ്ങനെ മനുഷ്യന്റെ നന്മയോടുള്ള, നന്മയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു പ്രതികരണമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്ന് വരും. പക്ഷെ അത് വിശുദ്ധ ബൈബിളിലെ ഉപദേശത്തോട് ഒട്ടും യോജിക്കുന്ന ഒരു ഉപദേശമല്ല. അപ്പൊ മനുഷ്യന്റെ തീരുമാനമാണ് ദൈവത്തിന്റെ തീരുമാനത്തിന് ആധാരം എന്ന് പറയും. വിശ്വസിക്കുമെന്നുള്ള എൻ്റെ തീരുമാനമാണ് തിരഞ്ഞെടുക്കും എന്നുള്ള ദൈവത്തിന്റെ തീരുമാനത്തിന് ആധാരം. സുവിശേഷം കേട്ടാൽ ഞാൻ വിശ്വസിക്കും എന്ന് ഞാൻ തീരുമാനിച്ചില്ലെങ്കിൽ, അല്ലേ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല എന്നായിരുന്നെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുകയില്ല. അപ്പോ അതുകൊണ്ടത് മാൻ സെന്റേർഡ് സാൽവേഷനുമാണ്. മാൻ സെന്റേർഡ് സാൽവേഷൻ, മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു രക്ഷണീയ പദ്ധതിയാണ് ഈ അർമീനിയൻ ചിന്താഗതിയിലെ രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ പറയാറുണ്ട് ദൈവം ആരെയും പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടില്ല, ദൈവം ആരോടും പ്രത്യേകം കരുണ കാണിക്കുന്നില്ല, ദൈവം ആരെയും പ്രത്യേകം പരിഗണിക്കുന്നില്ല. ദൈവത്തിന് പരിഗണിക്കുവാൻ കൊള്ളാകുന്നവരായി മനുഷ്യരെ തന്നെ ദൈവത്തിന് മുൻപാകെ കാഴ്ചവെക്കും. ദൈവം അവരെയൊക്കെ പെറുക്കിയെടുക്കും, അതേ ഉള്ളൂ. അല്ലാതെ ദൈവം തൻ്റെ സർവാധികാരത്തിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യാതൊന്നും തീരുമാനിക്കുന്നില്ല. മനുഷ്യന്റെ തീരുമാനത്തെ ദൈവം മാനിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് അവർ പറയും. അങ്ങനെ തെരഞ്ഞെടുപ്പ് നിരുപാധികമല്ല, സ്വാഭാവികമാണ്. മനുഷ്യന്റെ സുവിശേഷം സ്വീകരിക്കുക എന്നുള്ള മനുഷ്യന്റെ തീരുമാനത്തെ ആധാരപ്പെടുത്തിയാണ് എന്ന് പറയും. അപ്പോ ദൈവം മുന്നറിവിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരെ തിരഞ്ഞെടുക്കുന്നത് എന്ന ആശയത്തില് അർമീനിയൻ ആശയക്കാർ എല്ലാവരും യോജിക്കുന്നുവെങ്കിലും ഈ മുന്നറിവിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് അവരുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 3 തരത്തിലുള്ള ചിന്തകളാണ് ഈ വിഷയത്തിൽ അർമീനിയൻകാരുടെ ഇടയിൽ തന്നെ ഉള്ളത്. ഒന്ന്, ദൈവത്തോട് ആരൊക്കെയാണ് സ്വന്തം ആത്മരക്ഷയുടെ സജീവമായി സഹകരിക്കുക എന്നറിഞ്ഞ് അവരെ തിരഞ്ഞെടുത്തു. അതാണ് അർമീനിയൻ ചിന്താഗതിയുടെ പൊതുവായിരിക്കുന്ന കാഴ്ചപ്പാട്. എന്നാൽ ലൂതറൻ വിശ്വാസികൾ പറയുന്നത് രക്ഷ നിരസിക്കയില്ല എന്ന് ദൈവം അറിഞ്ഞിട്ട് നിരസിക്കയില്ല എന്ന് കണ്ടവരെയൊക്കെ തിരഞ്ഞെടുത്തു. ആരൊക്കെ സ്വീകരിക്കുമെന്ന് കണ്ടവരല്ല, ആരൊക്കെ അവനെ കല്യാണത്തിൽ വിളിച്ച അവൻ വരാതിരിക്കും, വരും എന്നറിഞ്ഞവരെ വിളിച്ചു എന്നാണ് സാധാരണ അർമീനിയക്കാർ പറയുന്നത്. പക്ഷെ ലൂതറൻകാർ പറഞ്ഞ അങ്ങനെയല്ല, വിളിച്ച അവൻ വരാതിരിക്കയില്ല, അതുകൊണ്ട് അവനെ വിളിച്ചു കളയാം എന്നുള്ളതാണ്.
ഒരു വ്യത്യാസമുണ്ടല്ലേ, ഒരു വ്യത്യാസമുണ്ട്. മൂന്നാമത് ഒരാശയമുള്ളത് വെസ്ലിയന്മാർ, ജോൺ വെസ്ലിയുടെ കൂട്ടത്തിലാണ്, വെസ്ലിയന്മാരാണ്. അവർ പറയുന്നത് ആരെല്ലാം അന്ത്യത്തോളം സഹിച്ചു നിൽക്കുമെന്ന് ദൈവം മനസ്സിലാക്കി അവരെ മാത്രമേ ദൈവം വിളിച്ചു. അല്ലാത്തവരൊക്കെ കയറി വന്ന് വിശ്വസിക്കുന്നവർ, ദൈവം വിളിച്ചിട്ട് വിശ്വസിക്കുന്നവരില്ല. അവസാനത്തോളം നിലനിൽക്കുമെന്ന് ദൈവം അറിഞ്ഞ ചില ആളുകളുണ്ട്. കൈപൊക്കിയാലും അതിലെ 50 പേരെ അവസാനത്തോളം നിലനിന്ന് സ്വർഗത്തിൽ വരത്തുള്ളൂ. അപ്പൊ അവരെ മാത്രമേ ദൈവം തിരഞ്ഞെടുത്തു. കൈപൊക്കി എല്ലാവരും തിരഞ്ഞെടുത്തു. അപ്പോ ഈ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു രക്ഷാവിജ്ഞാനിയുമാണെന്ന് വന്നാലും അതിൽ തന്നെ അതിനാധാരമായിരിക്കുന്ന വസ്തുക്കളെ കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന ചിന്താഗതികളാണ് സാധാരണ അർമീനിയൻകാർക്കും അതുപോലെ ലൂതറൻകാർക്കും വെസ്ലിയൻകാർക്കും ഉള്ളത്, അല്ലെങ്കിൽ മെത്തഡിസ്റ്റുകാർക്കും ഉള്ളത്. അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇടയിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള സംവാദമുണ്ട്. അത് അവർ തീർക്കട്ടെ. ഇത് ദൈവ വചനപ്രകാരം ശരിയായിരിക്കുന്ന കാഴ്ചപ്പാടല്ല എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിചിന്തനം ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ ചിന്താഗതിയാണ് കാൽവിനിസ്റ്റിക് ചിന്താഗതി. പ്രോട്ടസ്റ്റന്റുകാരിലെ ഒരു പങ്ക് ആളുകൾ കാൽവിനിസ്റ്റുകളാണ്. ബാപ്റ്റിസ്റ്റുകാര്, ബ്രദറൻകാര്, പ്രസ്ബിറ്റേറിയൻകാര്, മറ്റേ റിഫോംഡ് ഫെയ്ത്തുകാര്, നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ഈ കാൽവിനിസ്റ്റിക് ചിന്താഗതിയെ സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേരിൽ അറിയപ്പെടാനൊന്നും നമുക്ക് ആഗ്രഹമില്ല, കാൽവിനിസ്റ്റുകളാണെന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ പറയാതിരിക്കാൻ ഒക്കെയില്ല. വേദശാസ്ത്രം പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ നാം എന്താ വിശ്വസിക്കുന്നുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. തൃത്വം എന്നുള്ള വാക്ക് ബൈബിളിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? ഉപയോഗിക്കുന്നു. എന്തു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഞാൻ തൃത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളെ ഒരു അരമണിക്കൂറത്തെ പ്രസംഗം എനിക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒറ്റ സെന്റൻസിൽ ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് രക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ കാൽവിനിസ്റ്റിക് ചിന്താഗതി എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് അറിയാവുന്ന ആളുകളെ സംബന്ധിച്ച കാര്യം സെറ്റിൽഡായി. അതറിയാൻ വയ്യാത്ത ആളുകളേറെ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ട്രെയിനിലൊരു അപ്പനൊരു കൊച്ചിനെയും കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യുക, അമ്മയില്ലാതെ. അപ്പോ കുഞ്ഞു കിടന്ന് കരയുക. അപ്പൊ അടുത്തിരുന്നൊരു യാത്രക്കാരൻ ചോദിച്ചു, എന്തിനാ ഈ കുഞ്ഞ് കരയുന്നെന്ന് ചോദിച്ചു. ഉടനെ അപ്പം പറഞ്ഞു, പാല് കൊടുക്കാൻ ഞാൻ. അയാൾ ചോദിച്ചു, ഈ പാലോ, അതെന്തോ സാധനമാണെന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, അത് വെളുത്ത ഒരു സാധനമാണ് പറഞ്ഞു. വെളുത്ത സാധനം, അതെന്തോ സാധനമാണ്. അപ്പൊ പറഞ്ഞത് കൊക്കിനെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്, കൊക്കിന്റെ നിറമുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, കൊക്കെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഇങ്ങനെ പാടത്തിരിക്കുന്ന ജന്തുവാന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ചുമ്മാ തല കൊച്ചു കിടന്ന് കരുതുന്ന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊച്ചിന് കൊടുത്താൽ കൊച്ചു കിടന്ന് കരയില്ലെന്ന് ചോദിച്ചു. പാല് എന്നറിയാൻ വയ്യാത്തൊരു മനുഷ്യനോട് പറഞ്ഞു വന്ന അവസാനം എന്താണ്, ഇതുപോലെ ഇരിക്കുന്ന സാധനമൊക്കെ കൊച്ചിന് വായിലെ കുത്തിക്കയറ്റി അത് കരയാതിരിക്കുമോ എന്ന് പറയുന്ന പോലെയാണ് ഈ കാൽവിനിസം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അടുത്ത് നോക്കി പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകളോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പോകുമ്പോൾ അവസാനം അവർ ചോദിക്കും, ചുമ്മാ അല്ല ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടെന്ന് പറയും. അപ്പോ അവരോട് ചിലപ്പോൾ അങ്ങനൊന്നും പറയാതിരിക്കാൻ നല്ലതെന്ന് പറയുമെങ്കിലും സാമാന്യ ഒരു തിയോളജിക്കൽ വേദശാസ്ത്രപരമായിരിക്കുന്ന മൈൻഡ് ഉള്ളവർക്ക് കാൽവിനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. കാൽവിനിസം എന്ന് പറയുന്നത് രക്ഷയുടെ ഉപദേശത്തെ സംബന്ധിച്ച് ജോൺ കാൽവിൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ പഠിപ്പിച്ചതായിരിക്കുന്ന ആശയങ്ങളാണ്. താൻ പുതുതായിട്ട് പഠിപ്പിച്ച ആശയങ്ങളല്ല. ബൈബിളിൽ രക്ഷയെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന ആശയങ്ങളെ താനൊന്ന് ക്രോഡീകരിച്ചു എന്ന് മാത്രമേ. താനെ ക്രോഡീകരിച്ചതായിരിക്കുന്ന ആശയങ്ങൾ അന്ന് വലിയ ആശയക്കുഴപ്പം ആളുകളുടെ ഇടയിലുണ്ടാക്കി. ചില ആളുകൾ അതിനെ ഖണ്ഡിച്ച് അനുകൂലിച്ചും ഒക്കെ അന്ന് ക്രൈസ്തവഗോളം പറയാനും വാദിക്കാനും തുടങ്ങി. അപ്പോൾ ഈ ജോൺ കാൽവിന്റെ ആശയങ്ങളെ ഒന്ന് കൂടുതൽ പഠിച്ച് വിശദീകരിക്കുവാനായിട്ട് ഒരു കൗൺസില് ഈ ജെയിംസ് അർമീനിയസ് എന്ന് പറഞ്ഞ ഒരാളെ ഏർപ്പെടുത്തി. അദ്ദേഹം പഠിച്ച് പറഞ്ഞ ആശയങ്ങളാണ് ഈ അർമീനിയനിസം എന്ന് പറയുന്ന ആശയങ്ങൾ. അങ്ങനെയാണ് അർമീനിയനിസം കാൽവിനിസത്തോടുള്ള ഒരു പ്രതികരണമാണ്. എന്താ ജോൺ കാൽവിൻ പറഞ്ഞത്?
ജോൺ കാൽവിൻ പറഞ്ഞത് ആദാമ്യ പാപത്താൽ മനുഷ്യന് സമ്പൂർണമായ ധാർമ്മിക അധഃപതനം സംഭവിച്ചു. അതാണ് അദ്ദേഹം ഒന്നാമത് പറഞ്ഞത്. ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയും. ആദാമ്യ പാപം കൊണ്ട് മനുഷ്യന് സമ്പൂർണ്ണ ധാർമ്മിക അധഃപതനം സംഭവിച്ചു. അതേക്കുറിച്ചൊക്കെ നമ്മൾ പിന്നാലെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു ഗുണവുമില്ലെന്നുള്ളതല്ല. രക്ഷയ്ക്ക് പര്യാപ്തമായ യാതൊരു ഗുണവും മനുഷ്യനില്ല എന്നാണ്. രക്ഷയ്ക്ക് പര്യാപ്തമായ ഒരു ഗുണം, അതായത് മനുഷ്യനുള്ള ഏതെങ്കിലും നന്മയെ ദൈവം മുൻകണ്ട് അവനെ രക്ഷിച്ചു കളയാം എന്ന് വിചാരിക്കത്തക്കനുള്ള യാതൊരു നന്മയും മനുഷ്യനില്ല. രണ്ടാമത് ജോൺ കാൽവിൻ പറഞ്ഞത് അൺകണ്ടീഷണൽ ഇലക്ഷൻ, നിരുപാധിക തെരഞ്ഞെടുപ്പ്. ഇങ്ങനെ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള മനുഷ്യരിൽ നിന്നും ദൈവം തന്റെ സർവാധികാര കൃപയിൽ കുറെ ആളുകളെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അത് ദൈവത്തിന്റെ പരമാധികാര തിരഞ്ഞെടുപ്പാണ്. അതിന് മനുഷ്യനിലുള്ള യാതൊരു ഘടകവും ദൈവം ആധാരമായിട്ട് കണ്ടില്ല. ഒരു ഘടകവും ആധാരമായിട്ട് ദൈവത്തിന്റെ സർവാധികാര തീരുമാനമാണ്, മനുഷ്യന്റെ നന്മയെ കണ്ടുകൊണ്ടല്ല. മൂന്നാമത് ജോൺ കാൽവിൻ പറഞ്ഞതായിരിക്കുന്ന ആശയമാണ് പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിൽ ഇന്ന് ഏറ്റവും അധികം എന്താ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ലിമിറ്റഡ് അറ്റോൺമെന്റ് ആണ്, ക്ലിപ്തമായ പാപപരിഹാര വേല. അതായത് ഇങ്ങനെ ദൈവം മുന്നമേ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത്. സകല ലോകത്തിന്റെയും സകല പാപികളുടെയും രക്ഷയ്ക്ക് വേണ്ടിയല്ല. ഈ ദൈവം തിരഞ്ഞെടുത്തതായിരിക്കുന്ന ആളുകളെ രക്ഷിക്കുവാനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് മറ്റാർക്കും പ്രയോജനം ഇല്ല എന്നൊന്നുമല്ല ജോൺ കാൽവിൻ പറഞ്ഞു. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. പക്ഷേ രക്ഷയ്ക്ക് അത് പ്രയോജനമായി ഭവിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമാണ്. അല്ലാത്ത ആളുകൾക്ക് ഒരുപാട് നന്മകൾ അതുകൊണ്ടുണ്ട്, ഒരുപാട് ജനറൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. അതിന് ജോൺ കാൽവിൻ പറയും, യൂറോപ്പിനെ നോക്കിയാൽ ആ ബ്ലെസ്സിങ്സ് എന്താണെന്ന് അറിയാം. ധാർമ്മിക, ഇന്നത്തെ യൂറോപ്പിനെ കുറിച്ചല്ല, ജോൺ കാൽവിന്റെ കാലത്ത് ധാർമ്മികമായ ഒരു നിലവാരം, വിദ്യാഭ്യാസപരമായ ഉന്നതി, സാമ്പത്തികമായ ഉന്നതി, കുടുംബജീവിതത്തിന്റെ ഭദ്രത, ഇങ്ങനെ ഒരുപാട് നന്മകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിമരണം കൊണ്ടുണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള മനുഷ്യന്റെ സമീപനത്തിൽ ഒരു വ്യത്യാസം വന്നു. യേശുക്രിസ്തു പാപത്തിനു വേണ്ടി മരിച്ചു എന്ന സന്ദേശം കേൾക്കുന്നത് കൊണ്ട് പാപത്തെ വെറുക്കുവാനും നീതിയുള്ള ഒരു ജീവിതം നയിക്കുവാനും മനുഷ്യന് പൊതുവെ ഒരു ആഗ്രഹം ഒക്കെ ഉണ്ടായി. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം കൊണ്ട് പൊതുവായി ലഭിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹത്തിൽ വരുന്ന ഒന്നാണ് അതെ എന്ന് പറഞ്ഞു. എന്നാൽ രക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നത് ഈ നിരുപാധിക തിരഞ്ഞെടുപ്പിന് വിധേയമായ ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്റെ ആശയത്തെ ക്ലിപ്തമായ പാപപരിഹാരം എന്നോ ലിമിറ്റഡ് അറ്റോൺമെന്റോ എന്നും ഇന്ന് സ്വീകരിക്കുന്ന ആളുകൾ കുറവാണ്. കാൽവിനിസ്റ്റിന്റെ ഇടയിൽ ഇന്ന് ഇപ്പോൾ 4 പോയിന്റ് കാൽവിനിസ്റ്റുകളാണ്. ജോൺ കാൽവിൻ 5 പോയിന്റ് ആണ് പറഞ്ഞെങ്കിൽ ഇന്ന് ഏറിയ പങ്ക് ആളുകളും 4 പോയിന്റ് ആണ്. പിന്നെ 5 പോയിന്റ് എന്ന് പറയുന്നത് ചുരുക്കം ആളുകൾ, എന്നെ പോലെയുള്ള ചില ആളുകൾക്ക് ഉള്ളൂ ഇപ്പോഴും 5 പോയിന്റ് ആയിട്ടുള്ളത്. ഞാനതേക്കുറിച്ചൊന്നും നിങ്ങളോട് എടുക്കട്ടെന്ന് വരികയില്ല. നാലാമത് ജോൺ കാൽവിൻ പറഞ്ഞത് ഇറസിസ്റ്റിബിൾ ഗ്രേസ്, തടുക്കാനാവാത്ത കൃപ. ഇങ്ങനെ ദൈവം രക്ഷയ്ക്ക് വേണ്ടി മുന്നെറിഞ്ഞ ആളുകൾക്ക് ദൈവം തന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നൽകുന്നു. അതിനെ തടയുവാൻ ആർക്കും കഴിയില്ല. തൽക്കാലത്തേക്കൊക്കെ തടയാൻ കുറച്ച് ടെമ്പററി സ്റ്റോപ്പിംഗ് ഒക്കെ ആകും. പക്ഷേ ആത്യന്തികമായി ദൈവം തിരഞ്ഞെടുത്തവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവർ ദൈവകൃപയ്ക്ക് കീഴ്പ്പെടും എന്നാണ് പറഞ്ഞത്. അവരുടെ രക്ഷ ഉറപ്പുവരുത്തില്ല കാര്യം. ടെമ്പററി റെസിസ്റ്റൻസ് ഒക്കെ വരും. സുവിശേഷം ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ടൊന്നും ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരികയില്ല. അങ്ങനെ ഓടി ഓടി നടക്കും. പക്ഷേ ലൈക്ക് എ ഹണ്ടിങ് ഡോഗ്, ഹൗണ്ടിങ് ഡോഗ് ഇരയെ അവസാനം കയറി പിടിക്കും, കീഴ്പ്പെട്ടേ വെക്കും. കാരണം ദൈവം തിരഞ്ഞെടുത്തതാണ്. മരണക്കിടക്കയില്ലെങ്കിലും അവര് അങ്ങനെ രക്ഷിക്കപ്പെടും. മിക്കവാറും പേര് അതിന് മുമ്പ് രക്ഷിക്കപ്പെടില്ല എന്നല്ല പറഞ്ഞെങ്കിൽ അത് ഇറസിസ്റ്റിബിൾ ആണ്. ദൈവത്തിന്റെ രക്ഷണീയ കൃപ, തടുക്കാനാവാത്ത കൃപ. താൽക്കാലികമായി അതിനെ തടയുവാൻ കഴിഞ്ഞാലും ആത്യന്തികമായി തടയുവാനായിട്ട് കഴിയില്ല. അഞ്ചാമത് അദ്ദേഹം പറഞ്ഞത് വിശുദ്ധന്മാരുടെ സഹിഷ്ണുത അല്ലെങ്കിൽ പെർസിവറൻസ് ഓഫ് ദ സെയിൻസ്. അത് അദ്ദേഹം പറഞ്ഞത് ദൈവം രക്ഷയ്ക്ക് വേണ്ടി മുന്നറിഞ്ഞ് ദൈവകൃപ കൊടുത്ത് രക്ഷിക്കുന്ന ആളുകൾ അവരെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ തക്കവണ്ണം അവരുടെ രക്ഷയ്ക്ക് സംരക്ഷണം, ദേ വിൽ പെർസിവർ എന്നവർ, അവര് നിലനിൽക്കും.
അതിന് നമ്മള് ഇറ്റേണൽ സെക്യൂരിറ്റി എന്ന് പറയും. നമ്മൾ ഇറ്റേണൽ സെക്യൂരിറ്റി എന്ന് പറയും. ജോൺ കാൽവിൻ ഇറ്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ പെർസ്പെക്റ്റീവിൽ രക്ഷയെ കാണുമ്പോഴാണ്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ രക്ഷയെ കാണുമ്പോൾ ദ പെർസിവറൻസ് ഓഫ് ദ സെയിൻസ് എന്നാ പറയുന്നത്. മുൻ നിയമിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിലനിൽപ്പ്, അവരെ നിലനിർത്താനായിട്ട് ദൈവത്തിന് കഴിയും, അവർ നിലനിൽക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ മുന്നറിയപ്പെട്ട ഒരാൾ പോലും സ്വർഗത്തിൽ ചെല്ലുമ്പം പേര് വിളിക്കുമ്പോൾ കാണാതെ വരികയില്ല. ഒരു ഫേമസ് പാട്ടുണ്ടല്ലോ, അൽവിതയ, when the roll is called up yonder, വിളിക്കും നേരം കാണുമെൻ പേരും, അല്ലേ? എങ്ങനെയത്? അതെ. അപ്പൊ അവിടെ കാണും ഞാൻ. കാരണം ദൈവം പേരടിഞ്ഞതാണ്. ആ ലിസ്റ്റിൽ നിന്ന് ദൈവം എബ്രാഹിം തോമസ് പറയുമ്പോ എവിടെയെങ്കിലും ഞാനുണ്ടെന്ന് പറയും. നഷ്ടപ്പെട്ടു പോകില്ല. അതാണ് പെർസിവറൻസ് ഓഫ് സയൻസ് എന്ന് പറയും. നമ്മളതിനെ ഇറ്റേണൽ സെക്യൂരിറ്റി ഓഫ് സയൻസ് എന്നാണ് പറയുന്നത് സാധാരണക്കാരെന്ന് പറഞ്ഞാൽ രക്ഷയുടെ ഭദ്രത. രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്നത് മനുഷ്യന്റെ കാഴ്ചപ്പാടിലും ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ നിലനിൽപ്പുമാണ്. നമ്മളെ അവൻ നിലനിർത്തും. അത് ദൈവം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അപ്പൊ ഇങ്ങനെ 5 പോയിന്റുകളാണ് ജോൺ കാൽവിൻ പറഞ്ഞത്. ഈ 5 പോയിന്റുകൾ 5 ഇതളുള്ളതായിരിക്കുന്ന ഒരു യൂറോപ്പിലൊക്കെ ധാരാളം ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലും ഉണ്ട്. ഊട്ടിയിലൊക്കെ ചെന്നാൽ ഈ ഒരു പൂവുണ്ട്, 5 ഇതളുള്ള പൂവ്. ഏതാണെന്നറിയാമോ? ട്യൂലിപ്പ് എന്ന് പറയും. ട്യൂലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5 ഇതളുകൾ ഇങ്ങനെയുള്ള പല വർണ്ണത്തിലുണ്ട്, മഞ്ഞയും ചുമപ്പും ഒക്കെയുള്ള ട്യൂലിപ്പ്. അപ്പൊ ട്യൂലിപ്പിന്റെ 5 ഇതളുകളാണ് T for total depravity, U for unconditional election, L for limited atonement, പിന്നെ I for irresistible grace, P for perseverance. അപ്പോ ജോൺ കാൽവിൻ പഠിപ്പിച്ചതായിരിക്കുന്ന രക്ഷയെ പറ്റി പറയുന്നത് ട്യൂലിപ്പാണ്. അപ്പൊ നിങ്ങൾ ട്യൂലിപ്പുകാരാണോ എന്ന് ചോദിക്കില്ല. നിങ്ങൾ ട്യൂലിപ്പുകാരാണോ? അപ്പൊ അത് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ നിങ്ങളോട് ആരെങ്കിലും ഒഴിവിച്ചെങ്കിൽ നിങ്ങൾ ട്യൂലിപ്പുകാരാണെന്ന് ചോദിച്ചാല് ഞങ്ങൾ തൂളിപ്പോകുന്നവരല്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ട്യൂലിപ്പുകാർ തന്നെയാണ്. ഞങ്ങള് ടോട്ടൽ ഡിപ്രാവിറ്റിയിലും അൺകണ്ടീഷണൽ ഇലക്ഷനിലും ലിമിറ്റഡ് അറ്റോൺമെന്റ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട. ലിമിറ്റഡ് അറ്റോൺമെന്റിലും നിങ്ങൾ അൺലിമിറ്റഡ് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞു. അൺലിമിറ്റഡ് അറ്റോൺമെന്റിലും പിന്നെ ഇറസിസ്റ്റബിൾ ഗ്രേസിലും അൺലിമിറ്റഡ് അറ്റോൺമെന്റിലും പെർസിവറൻസും സയൻസിലും ഒക്കെ ഞങ്ങൾ വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെ 5 കാര്യങ്ങളാണ് ജോൺ കാൽവിൻ പറഞ്ഞത്. ഈ 5 പോയിന്റും അടുത്ത കാലം വരെ, ഏതാണ്ട് ഒരു 10-50 വർഷം മുമ്പ് വരെ എല്ലാവരും തന്നെ അംഗീകരിച്ചിരുന്നു, കാൽവിനിസ്റ്റുകൾ. എന്നാൽ ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ട്വിസ്റ്റ് വന്നു. അതിൽ പറഞ്ഞു 4 ഉള്ളൂ ട്യൂലിപ്പിന്റെ ഒരു ഇതള് വീണുപോയി എന്ന്. അത് ഈ ലിമിറ്റഡ്, പരിമിതമായിരിക്കുന്ന അറ്റോൺമെന്റ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം മുന്നറിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഒരു സുഖമുള്ള പ്രസ്താവനയായിട്ട് ചിലർക്ക് തോന്നിയില്ല. കർത്താവിന്റെ മരണം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സകല ലോകത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് പറയാനായിട്ട് അവർ പറയും. അപ്പോൾ കാൽവിനിസ്റ്റുകൾ പറയും, കർത്താവിന്റെ മരണത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു സേവ് എവരിബഡി, എല്ലാവരെയും രക്ഷിക്കുവാൻ പര്യാപ്തമാണ്. ബട്ട് ഇറ്റ് ഈസ് എഫിഷ്യന്റ് ഓൺലി ടു സേവ് ദി ഇലക്ട്. എന്നാൽ മുന്നറിയപ്പെട്ടവരെ മാത്രം രക്ഷിക്കുവാൻ ആണ് അത് എഫിഷ്യന്റ്. എന്താ എഫിഷ്യന്റ് പറയുന്നത്? അതിൻ്റെ സഫലതയോ? പര്യാപ്തത സകലർക്കും ഉള്ളതാണെങ്കിലും അതിൻ്റെ സഫലത ദൈവം മുന്നറിഞ്ഞ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് അർമീനിയൻകാരും പറഞ്ഞു വരുമ്പം കർത്താവായ യേശു എല്ലാവർക്കും വേണ്ടിയാ മരിച്ചെങ്കിലും സുവിശേഷത്തോടെ വിശ്വാസം കാട്ടും എന്ന് അറിഞ്ഞ ദൈവം മുന്നറിയപ്പെട്ട ആളുകൾക്ക് മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്താ പറയുക. അതും അവർ പറഞ്ഞേ ഒക്കുക. കാരണം പറഞ്ഞു വരുമ്പോൾ അത് പറയാതിരിക്കാൻ ഒക്കുകയില്ല. അപ്പൊ കർത്താവ് എല്ലാവർക്കും വേണ്ടി അപ്പൊ എല്ലാവരും രക്ഷിക്കപ്പെടില്ല. പിന്നെ ആരാ രക്ഷിക്കപ്പെടുന്നത്? രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവം അറിഞ്ഞവര്. അപ്പൊ പിന്നെ ആർക്ക് മാത്രമേ ഉള്ളൂ പ്രയോജനം? അപ്പോ കാൽവിനിസ്റ്റ് ചോദിക്കുന്നവരുണ്ട്, അരി എത്ര പേർക്ക് വേണ്ടിയാ വെച്ചത്? കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടിയും 10,000 പേരെ അരി വെച്ചു. ചോറ് ആർക്കേ കൊടുക്കത്തുള്ളൂ? കല്യാണത്തിന് വരുമെന്ന് അറിഞ്ഞാൽ 200 പേർക്കേ കൊടുക്കൂ. ഇപ്പൊ ബാക്കിയുള്ളത് വേസ്റ്റായി പോകും. കാൽവിനിസ്റ്റ് അങ്ങനെ അല്ലടൂ, ദൈവം വിളിച്ച 200 പേർക്ക് വേണ്ടി അരി വെച്ചുള്ളത്, 1 മണി അരി പോലും വേസ്റ്റ് ആയിട്ട് പോകുന്ന പ്രശ്നമില്ലെന്ന് പറയും.
ദൈവത്തിന്റെ ഇത്ര വലിയ രക്ഷണ്ടി വേല വെള്ളത്തിൽ പോകുന്നു, ആരും സ്വീകരിക്കാതെ ദൈവം എന്ന് പറയാൻ ഭയങ്കരമായിപ്പോയി, ഞാൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിട്ട് ഇവന്മാരും വിശ്വസിച്ചില്ലല്ലോ എന്ന് സ്വർഗത്തിലെ ദൈവം കരയുമോ? വാട്ട് എ വേസ്റ്റ്. ദൂതന്മാർ പറയുമോ, എന്റെ യേശുവെ, എന്റെ രക്ഷിതാവേ, അല്ലെങ്കിൽ ദൈവപുത്ര, നീ ചത്തത് എല്ലാവർക്കും വേണ്ടിയാന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ, കുറച്ച് ആളുകളല്ലേ രക്ഷിക്കപ്പെട്ടുള്ളൂ, അത് വേസ്റ്റായി പോയില്ലേ എന്ന് ദൂതന്മാർ പറയുമോ? ഇല്ല, അങ്ങനെയൊന്നും പറയില്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ അങ്ങനെയുള്ള അൺസർട്ടനിറ്റികളൊന്നുമില്ല. ദൈവം ആർക്കു വേണ്ടി ആരെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു അവരെ രക്ഷിക്കുവാൻ ആവശ്യമായിരിക്കുന്ന പ്രവൃത്തി ദൈവം ചെയ്തു. അവരിൽ ഒരാൾ പോലും നശിച്ചു പോകാതെ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ പറയുന്നതല്ലേ കുറച്ചുകൂടെ സുഖം. പിന്നെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, ഞാൻ അതേക്കുറിച്ചൊന്നും സമ്പാദിക്കുകയില്ല. സമ്പാദിക്കുകയില്ല. അപ്പോ കാൽവിനിസ്റ്റ് ചിന്താഗതിയിൽ ദൈവിക തെരഞ്ഞെടുപ്പിൽ ദൈവത്തിന്റെ ഹിതത്തിന്റെ പ്രസാദം എന്നതൊഴികെ യാതൊന്നും ആ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടില്ല. ദൈവഹിതത്തിന്റെ പ്രസാദം എന്നതൊഴികെ യാതൊരു പരിഗണനയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടില്ല. മനുഷ്യന്റെ നന്മയോ മനുഷ്യന്റെ വിശ്വാസമോ മനുഷ്യന്റെ സഹകരണമോ ഒന്നിന്റെയും അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന്റെ പരമാധികാര കൃപയുടെ ഇച്ഛയുടെ അടിസ്ഥാനത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് ദൈവം ചിലരെ മാത്രം തിരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് കാൽവിനിസ്റ്റുകൾ നൽകുന്ന ഉത്തരം അതാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം തിരഞ്ഞെടുത്തു, അങ്ങനെയാണല്ലോ പറഞ്ഞത്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് ഞാൻ കരുണ തോന്നും. എന്താ മറ്റുള്ളവരോട് തോന്നാ? എനിക്കിഷ്ടമില്ല എന്നിട്ട് കുറച്ചുകൂടി നീ ഷഡപ്പ് എന്ന് പറയും ദൈവം. പൗലോസ് പറഞ്ഞല്ലോ, യു ഷഡപ്പ്. ദൈവത്തെ ചോദ്യം ചെയ്യുന്നു, നീ ആരാണ്? ഒരു കുശവന് മണ്ണിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും ഒരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കാൻ അനുവാദമില്ലേ? ആ മണ്ണ് തിരിഞ്ഞു ചോദിക്കുമോ, ഇതെന്താ അന്യായമായി ചെയ്തത്? ഒരു പിടി മണ്ണെടുത്ത് മാനപാത്രം ഉണ്ടാക്കി, വേറൊരു പിടി മണ്ണെടുത്ത് അപമാനപാത്രം ഉണ്ടാക്കി. അങ്ങനെ പറഞ്ഞാൽ കുശവൻ എന്ത് ചെയ്യും? ഒരടി കൊടുക്കും കാലത്തിന്. അപ്പൊ എങ്ങനെ ഇരിക്കും? അപ്പോ അങ്ങനെ ചോദിക്കില്ലെന്നാ പൗലോസ് പറഞ്ഞത്. ഹേ മനുഷ്യ, ദൈവത്തെ ചോദ്യം ചെയ്യുന്നു, നീ ആര്? നമുക്കങ്ങനെ ചോദിക്കാനൊക്കില്ല. പിന്നെ ദൈവം മനുഷ്യനാകുന്ന കുടത്തെ മെനഞ്ഞപ്പം അകത്തൊരു നാക്കും വെച്ചു, അതുകൊണ്ട് ബ്ലാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. കുശവന് സൃഷ്ടിച്ചതായിരിക്കുന്ന കുടത്തിന് അങ്ങനെ കാലത്തിന് അങ്ങനെ നാക്കില്ല, അതുകൊണ്ട് അത് വർത്തമാനം പറയും. വാസ്തവത്തിൽ അതല്ലേ ശരി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സംസാരിക്കാനുള്ള ശേഷി കൊടുത്തോണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്. അത് മനുഷ്യന് നന്മ കൊണ്ടാണോ സംസാര ശേഷി കൊടുത്തത്? അതൊക്കെ ദൈവത്തിന്റെ കരുണയുടെയും കൃപയുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോ ദൈവിക സർവാധികാരത്തെക്കുറിച്ച് ബോധ്യമുള്ള ആർക്കും ഒരു അർമീനിയൻ ആയിരിക്കാൻ രക്ഷയുടെ കാര്യത്തിൽ സാധിക്കുകയില്ല. അവനൊരു കാൽവിനിസ്റ്റ് തന്നെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അതെ, റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കും. അത് ചോദിക്കുക, കുശവന്റെ അധികാരമല്ല, ദൈവത്തിനും അതിന് അധികാരമുണ്ട്. എന്താ പറയാൻ വരുന്നത്? ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും അല്ലാത്തവരും ഒരേ പിണ്ഡം ആണ്, ഒരേ മണ്ണിൽ നിന്നാണ്, മനുഷ്യവർഗത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഒരു പാത്രത്തെ മാനത്തിനും ഒരു പാത്രത്തെ അപമാനത്തിനും ആക്കുവാനുള്ളതായിരിക്കുന്ന അധികാരം കുശവനുള്ളതുപോലെ ദൈവത്തിനുമുണ്ട്. അതിനെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതൊക്കെ പിന്നെ ചോദ്യം ചെയ്യാൻ പോകുന്ന വെറും ഭോഷത്വമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വെറും ഭോഷത്വമാണ് അല്ലേ? അതിപ്പോ ജനിച്ച ഒരു കുഞ്ഞ് എന്നെ എന്തിനാ ജനിപ്പിച്ചതെന്ന് അപ്പനോട് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു. അപ്പം പറയുന്നത്, എടാ നീ ജനിച്ചപ്പോഴേ നിന്റെ നാക്ക് പിഴുത് കളയണമെന്ന് ഞാൻ വിചാരിച്ച, അങ്ങനെ ആയിരുന്നു ഇപ്പൊ നീ എന്നോട് ചോദിക്കില്ല. പിന്നെ ഞാൻ നല്ലവനായതുകൊണ്ട് നാക്ക് പിഴുതില്ല, അതുകൊണ്ട് നീ ഇത് ചോദിക്കുകയാണ്. അതല്ലേ ഉള്ളു കാര്യം. അതേ ഉള്ളു കാര്യം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിന്റെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്നേ ഉള്ളതേ ഉള്ളൂ, നമ്മുടെ അവകാശത്തിന്റെ ഭാഗമായിട്ട് അല്ല. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 22-23 വാക്യം വായിച്ച്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 22-23 നമ്മൾക്ക് കാണാൻ പഠിച്ചിട്ടുള്ള വാക്യമാണ്. ഒരു വ്യത്യാസമില്ല എന്ന് പറയുന്ന വാക്യമേ. എല്ലാവരെയും സംബന്ധിച്ച് പറയാനുള്ള കാര്യം എന്താണ്? ഒരുപോലെ പാപം ചെയ്തു, പക്ഷെ അവന്റെ കൃപയായി ക്രിസ്തുയേശുവിലെ നീതീകരണ നിമിത്തം നമ്മൾ കുറെ പേര് എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കപ്പെട്ടു. അത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അതങ്ങോട്ട് അംഗീകരിച്ച് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്. ഇതുപോലെ ദൈവത്തെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് ചിലയിരിക്കും. ദൈവത്തിനെ കുറ്റം പറഞ്ഞ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ മിടുക്കന്മാരുണ്ട്.
അവരെത്ര നേരം ദൈവത്തെ ചോദ്യം ചെയ്യുകയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ ജയിക്കുമെന്ന് എനിക്കറിയില്ല. അവരൊരിക്കലും ജയിക്കാൻ പോകുന്നില്ല. 1 Corinthians 4 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ചോദിക്കുക, വ്രതന്മാരെ, ദൈവം തെരഞ്ഞെടുത്ത ആളുകളെ ചോദിക്കുക, അല്ല നിന്നെ തെരഞ്ഞെടുത്തു, നീ വ്രതനാണ്, നിന്നെ വിശേഷിപ്പിക്കുന്ന എന്റെ തെരഞ്ഞെടുപ്പല്ല, നിന്നുള്ള വല്ല ഗുണമാണ്. നിന്റെ ഗുണം കൊണ്ടല്ല, എന്റെ നന്മ കൊണ്ടാണ് തെരഞ്ഞെടുത്തത്. പിന്നെ നീ എന്താ ഇങ്ങനെ വർത്താനം പറയുന്നത്? നിന്നെ വിശേഷിപ്പിക്കുന്നത് എന്ത്? നിനക്ക് വല്ലതും ഉണ്ടോ വിശേഷമായിട്ട്? നന്മയായിട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. എന്റെ കരുണ മാത്രമാണ്. അതായത് ഈ സത്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അവിടെ അങ്ങനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും ഉയർപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, നാം എല്ലാവരും മറ്റുള്ളവരെ പോലെ കോപത്തിന്റെ മക്കളായിരുന്നു, പക്ഷേ പിന്നെ എന്ത് ചെയ്തു? കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ദൈവത്തിന്റെ കരുണയിൽ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അത് ദൈവം ചെയ്തൊരു കുറ്റമാണോ? സ്നേഹിച്ചൊരു കുറ്റമാകുമോ? നമ്മൾ പറയുന്നത് അവനെ എന്താ സ്നേഹിക്കാഞ്ഞെന്നാ ചോദിക്കുന്നത്. ദൈവം പറയുന്നത് അതെനിക്ക് ഇഷ്ടമില്ല ചേട്ടാ, കരുണ കാണിക്കണം, അവരുടെയും കരുണ കാണിക്കും. നീ ചോദിക്കുന്ന എന്തിനാത്? ഏത് കാര്യത്തിലും അങ്ങനെയല്ലേ? നമ്മളുടെ മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന നന്മ നമ്മുടെ അയൽക്കാരുടെ മക്കൾക്കെല്ലാം ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. അയൽവക്കത്തെ കുഞ്ഞും വിശന്ന് കരയുന്നു, നമ്മുടെ കുഞ്ഞും വിശന്ന് കരയുന്നു. 2 കുഞ്ഞുങ്ങളെ ഒരു ദിവസവും പ്രസവിച്ച 2 അമ്മമാരാണ്. 2 കുഞ്ഞ് ഒരേ സമയത്ത് കരയുന്നു. ഏത് കുഞ്ഞിനായിരിക്കും അമ്മ പാല് കൊടുക്കുന്നത്? അത് അനീതിയാണോ? അത് അനീതിയല്ലല്ലോ. അത് അനീതിയല്ല, അത് സ്വാഭാവിക നീതിയാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ദൈവം ചിലരെ ജനിപ്പിച്ചു തന്റെ ഇഷ്ടപ്രകാരം. അവർക്ക് ദൈവം നന്മകൾ കൊടുക്കുന്നു. ജനിപ്പിച്ചത് ഈ ജനിപ്പിക്കപ്പെട്ട ആളുടെ നന്മ കൊണ്ടല്ല, ജനിപ്പിച്ച ആളുടെ നന്മ കൊണ്ടാണ്. അതൊക്കെ വളരെ വലിയ സത്യങ്ങളാണ്. അതൊക്കെ അംഗീകരിക്കുകയാണ് വേണ്ടത്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ഞാൻ കരുണ തോന്നുന്നു. അങ്ങനെ ദൈവം മോശയോട് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, ഇച്ഛിക്കുന്നവനാലും അല്ല, ഓടുന്നവനാലും, നമ്മൾ അധ്വാനിക്കുന്നവനാലും അല്ല, ഇച്ഛിക്കുന്നവനാലും അല്ല, പിന്നെ ദൈവത്താലത്ര. ഇതൊക്കെ ദൈവത്തിന്റെ സർവാധികാര കൃപയിൽപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ. അവൻ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ബുദ്ധൻ എന്തുകൊണ്ട് മരണം ഉണ്ടാകുന്നു? ബുദ്ധൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുത്തൻ ഇങ്ങനെ പോകുന്നു, വളരെ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടി വയസ്സനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നു, നടന്നു പോകുന്നു. ബുദ്ധനെ ചിന്തിച്ചു, എന്താണ് ആ മനുഷ്യനെ എന്ത് ചെയ്തിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു പോകുന്നു? അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരു ചെറുപ്പക്കാരൻ അവനെ വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കൊച്ചിനെ ഒരു ശവപ്പെട്ടിക്കകത്തെടുത്തുകൊണ്ട് പോകുന്നു. ബുദ്ധനാകെ ആശക്കുഴപ്പമായി. ബുദ്ധൻ പറഞ്ഞു, ഇതിന്റെ രഹസ്യം കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? പ്രായവ്യത്യാസമില്ലാതെ ഒന്നുമില്ലാതെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? എല്ലാ പ്രായത്തിലുള്ള ആളുകളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. ഒരു തെറ്റും ചെയ്യാത്ത കൊച്ചും ചത്തുപോകുന്നു, ഒരുപാട് തെറ്റ് ചെയ്ത് വൃദ്ധനും ചത്തുപോകുന്നു. അങ്ങനെ യുദ്ധം പോയിരുന്നു. ഒരു ബോധി മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നു സത്യം കണ്ടെത്താനായിട്ട്. അവസാനം സത്യം കണ്ടെത്തി. എന്തായിരുന്നു ബുദ്ധൻ കണ്ട സത്യം? ഇതിന്റെ ദൈവം എന്ന് പറഞ്ഞ ഒരാളെ ഇല്ല. ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാര്യമെന്ന് പറഞ്ഞാൽ അവർ അറ്റാച്ച്മെന്റ് ടു ദ വേൾഡ്, ലോകത്തോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് മോക്ഷ എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ വേൾഡ്. അതുകൊണ്ട് കാണരുത്, തൊടരുത്, രചിക്കരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബുദ്ധൻ പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് വല്ല പരിഹാരവും വന്നോ? ഒരു പരിഹാരവും വന്നില്ല. ബുദ്ധന് പോലും വന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് ബുദ്ധനും ചത്തുപോയില്ലേ? അതൊന്നുമല്ല. ഈ ദൈവത്തെ ഒഴിച്ചു നിർത്തി മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും വിശദീകരിക്കാനും നാം ശ്രമിച്ചാൽ നാം ഭോഷന്മാരാവുക. അതേ ഉള്ളൂ. നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ തിന്മയ്ക്ക് നാമാണ് കാരണക്കാരൻ എന്ന് പറയാം, ദൈവമല്ല കാരണക്കാരൻ. പക്ഷെ നമ്മുടെ നന്മയ്ക്ക് ദൈവമാണ് കാരണക്കാരൻ. ദൈവം തന്നുകൊണ്ടാണ് നമുക്ക് നന്മ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓടുന്നവനാലും അല്ല, ഇച്ഛിക്കുന്നവനാലല്ല, ദൈവത്താലല്ല. നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും
വാസ്തവത്തിൽ എന്തോരോ കഷ്ടത സഹിക്കുകയും സന്യാസവ്രതം അനുഷ്ഠിക്കുകയും ഗുഹകളിലും വനങ്ങളിലും പോയിരുന്ന് തപസ് ചെയ്യുകയും രക്ഷയ്ക്ക് വേണ്ടി മല കയറുകയും ഉപവസിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവരെ രക്ഷ നടന്നോ? അവരെയൊക്കെ ജീവിതത്തിന്റെ അന്ത്യത്തിലെന്ന് ചോദിച്ച് ഇത്രയും കാലം നന്മ ചെയ്തും കഷ്ടം സഹിച്ചും തന്നെത്താനെ ക്രൂശിച്ചും ഒക്കെ ജീവിച്ചല്ലോ, മരിച്ചാൽ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ തമ്പുരാന്റെ കൃപ കൊണ്ട് എവിടാ പോകുന്നുള്ളത് പറയാൻ ഒക്കില്ലെന്ന് പറയും. അവസാനം സുബോധമുള്ളവരെല്ലാം വന്ന് പറയുന്നത് തമ്പുരാൻ കരുണ കാണിച്ചാൽ പോകുമെന്ന്. അങ്ങനെ പറയാൻ ഒക്കൂ? വേറൊന്നും അവർക്ക് പറയാനായിട്ട് സാധിക്കും. അതെ, തമ്പുരാൻ കരുണ കാണിച്ചാൽ. പക്ഷെ തമ്പുരാൻ കരുണ കാണിക്കേണ്ടവരോട് കാണിച്ചിട്ടുണ്ട്, അവർ പോവുകയും ചെയ്യും. അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ജോൺ കാൽവിൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. ദൈവത്തിന്റെ കൃപ തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യരായ മനുഷ്യരെ കണ്ടെത്തുകയല്ല, മനുഷ്യരെ കണ്ടെത്തി അവരെ യോഗ്യരാക്കുകയാണ്. അതാണ് ദൈവം. തിരഞ്ഞെടുക്കപ്പെടുവാൻ യോഗ്യരായ ആളുകളെ കണ്ടെത്തി അവരെ രക്ഷിക്കുകയല്ല, പിന്നെ പാപികളായ മനുഷ്യരെ തന്റെ ഇഷ്ടപ്രകാരം കണ്ടെത്തി അവരെ രക്ഷയ്ക്ക് യോഗ്യരാക്കുകയാണ് ദൈവം ചെയ്തത്. അതാണ് ദൈവം ചെയ്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. വിശുദ്ധ അഗസ്തീനോസ് ഇതിനോട് യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യന് പരിവർത്തനം സംഭവിക്കുന്നത് അവൻ അത് ഇച്ഛിക്കുന്നത് കൊണ്ടല്ല, അവൻ അത് ഇച്ഛിക്കുന്നത് ദൈവം അവനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. ദൈവം അവനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ പരിവർത്തനം ഇച്ഛിക്കുന്നത്, അല്ലാതെ അവൻ ഇച്ഛിക്കുന്നത് കൊണ്ടല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ യാതൊരു വിധമായിരിക്കുന്ന നന്മയും നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിരിക്കും. ദൈവത്തിന്റെ കരുണ മാത്രമാണ്. ജെ പാക്കർ എന്ന് പറഞ്ഞ ഒരാള് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച പാക്കർ ഇപ്പോഴും ഉണ്ടോ, അത് മരിച്ചോ അറിയില്ല, ഇപ്പൊ ഉണ്ടായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പാക്കർ പറഞ്ഞ, എന്റെ തിരഞ്ഞെടുപ്പിന് ഞാൻ എന്റെ വിശ്വാസത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അർമീനിയൻ ചിന്താഗതിക്കാർ പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, എന്റെ വിശ്വാസത്തിന് ഞാൻ എന്റെ തിരഞ്ഞെടുപ്പിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ വിശ്വാസത്തിന് ഞാൻ എന്റെ തിരഞ്ഞെടുപ്പിനോട് കടപ്പെട്ടു. അർമീനിയക്കാർ പറയും, എന്റെ തിരഞ്ഞെടുപ്പ് എന്റെ വിശ്വാസത്തോട് കടപ്പെട്ടതാണ്. അങ്ങനെയല്ല, ഞാൻ വിശ്വസിക്കാൻ കാരണം അവൻ എന്നെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അല്ലേ വിശ്വസിക്കുകയേ നമ്മൾ വല്ലവരും വിശ്വസിക്കുമായിരുന്നു? ആരും വിശ്വസിക്കുകയില്ല. വിശ്വസിക്കാൻ നമുക്ക് സാധിക്കില്ലെന്നുള്ളതാണ്. റോമാലേഖനം 8:29 അതുകൊണ്ടാണ് പറഞ്ഞ, അവൻ മുന്നറിഞ്ഞവരെ മുന്നിയമിച്ചു. അവൻ മുന്നറിഞ്ഞവരെ, ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികളാണ്, നമ്മുടെ പ്രവൃത്തികളല്ല. അപ്പോ ഈ ദൈവിക തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനം മുന്നറിവാണെന്ന് അർമീനക്കാർ പറയുന്നു. അവർ മുന്നറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവത്തിന് ഉള്ള മുന്നമേ ഉള്ള അറിവ് എന്നേ ഉള്ളൂ. അപ്പോ ഈ വാക്യത്തെ അവരുടെ വാദത്തിന് ഉപോത്ബലകമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഒറ്റ വായനയിൽ അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ ശരിയായ അർത്ഥം അതല്ലെന്ന് നമുക്കറിയാം. ഒന്നാമത്, മുന്നറിവ് എന്ന പദത്തിന് കേവലം മുൻകൂട്ടി അറിയുക എന്ന സാമാന്യ അർത്ഥമല്ല തിരുവചനം നൽകിയിട്ടുള്ളത്. സ്നേഹിക്കുക, തിരഞ്ഞെടുക്കുക, വേർതിരിക്കുക, മുന്നമേ അംഗീകരിക്കുക എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ്. വേദപണ്ഡിതന്മാരായിരിക്കുന്ന സ്മിത്ത്, ഗുഡ്സ്പീഡ്, റോത്തർഹാം, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, ഫെറാറ്, ജെറുസലേം ബൈബിളില്, ന്യൂ ഇംഗ്ലീഷ് ബൈബിളില്, മൊഫറ്റിന്റെ ബൈബിളില്, വ്യൂസ്റ്റിന്റെ ബൈബിളില്, ആംപ്ലിഫൈഡ് ന്യൂ ടെസ്റ്റമെന്റ്, ഇവിടെയെല്ലാം ഈ ആശയമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അതാണ് എൻ്റെ ശരിയായിരിക്കുന്ന ആശയം. അപ്പോ മുന്നറിവ് സമം മുൻ നിയമനം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെയാണ് മുന്നറിവ് എന്നതുകൊണ്ട് അത് അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട്, മുന്നറിയുക, മുൻനിയമിക്കുക എന്നീ ക്രിയാപദങ്ങളുടെ മധ്യയുള്ള ആൻഡ്, കായ് എന്ന വാക്കിനെ സംയോജകാവ്യവുമായി എന്ന് പരിഭാഷ ചെയ്യാതെ ഓൾസോ, കൂടി, ഈവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പരിഭാഷ ചെയ്യാവുന്നു. അത് അങ്ങനെ ഒരു ആശയമുണ്ട്. അങ്ങനെ പരിഭാഷ ചെയ്താൽ ഇവർ പറയുന്നതായിരിക്കുന്ന ആശയമില്ല. മുന്നറിവ്, ഈവൻ, മുൻനിയമനം.
മുന്നറിവ്, അതായത് മുന്നീവൻ. മുന്നറിവും മുന്നീവനും എന്നുള്ളതിന് അങ്ങനെ ബൈബിളിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആൻഡ് എന്ന കായ് എന്ന ഗ്രീക്ക് പദത്തിന് അങ്ങനെയും ഒരു ആശയമുണ്ട്. പക്ഷേ വേദശാസ്ത്രത്തിൽ അതാണ് പല ഭാഗങ്ങളിലും കുറെ കൂടെ ശരിയായിട്ട് സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമതിനി തെരഞ്ഞെടുപ്പിന്റെ സ്രോതസ് എന്താണ് എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ രക്ഷയെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഉപദേശത്തിൽ ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളൊക്കെ ലോകത്തുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് കാൽവിനിസവും അർമീനിയനിസവും. അതെ, അർമീനിയൻ ചിന്താഗതിയെ നമ്മൾ സ്വീകരിക്കുന്നതല്ല. കാരണം അത് മാൻ ബേസ്ഡ്, മാൻ സെന്റേഡ് ചിന്താഗതിയാണ്. അവിടെ അവർ നൽകുന്നതായിരിക്കുന്ന രക്ഷ മനുഷ്യന്റെ നന്മയോടുള്ള ദൈവത്തിന്റെ പ്രതികരണമാണ്. കാൽവിനിസ്റ്റിൻ്റെത് അങ്ങനെയല്ല. ദൈവത്തിന്റെ സർവാധികാരം മനുഷ്യന് നൽകുന്ന ദാനമാണ് രക്ഷ. ദൈവത്തിന്റെ കൃപ മനുഷ്യന് നൽകുന്ന ദാനമാണ് രക്ഷ. മറ്റേത് അങ്ങനെയല്ല. മനുഷ്യനുള്ള നന്മയ്ക്ക് ദൈവം നൽകുന്ന പ്രതിഫലമാണ് രക്ഷ. അപ്പം രക്ഷ ഒരു പ്രതിഫലമായിട്ടാണ് ഇരിക്കുന്നത്. മനുഷ്യനിൽ ദൈവം നന്മ കണ്ടു, മനുഷ്യൻ വിശ്വസിക്കുവാൻ ദൈവം കണ്ടു, എന്ന് അവനെ തിരഞ്ഞെടുത്ത് കളയാമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഒത്തിരി ബൈബിളിന്റെ ആശയത്തോട് യോജിക്കുന്ന ഒരു ആശയമല്ല. അപ്പൊ രക്ഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ നമ്മൾ അനുഭവിക്കുന്ന രക്ഷയെക്കുറിച്ച് നാം എന്തോ ഒരു നന്ദിയുള്ളവരും തൃപ്തിയുള്ളവരും ദൈവത്തോട് കടപ്പെട്ടവരുമായിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ഇങ്ങനെ പറഞ്ഞങ്ങ് പോവില്ലയോ ദൈവം എന്നെ രക്ഷിച്ചു ഒറ്റയടിക്ക് എല്ലാം അങ്ങ് പറഞ്ഞു. അങ്ങനെയല്ല. ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ശരി, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.